ചൂട് അധികമാണ്, അതുപോലെ തന്നെ പൊങ്കാല ആവേശവും അതിനേക്കാൾ അധികമാണ് എന്നുള്ളതാണ്. സമയം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും തലസ്ഥാന നഗരി പൂർണ്ണ അർത്ഥത്തിൽ ആ പൊങ്കാല ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പൊങ്കാല കലങ്ങളിലൊക്കെ ഈ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങളുടെ ഭക്തിയും സ്നേഹവും കൊണ്ട് നിറയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചൂട് അധികമാണോ? ചൂടാ. എവിടെന്നാ വരുന്നത്? പാരിപ്പള്ളി. എപ്പോ എത്തി? രാവിലെ 5 മണിയായപ്പോ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇന്നലെ രാത്രി വന്നവരുണ്ട്, അതുപോലെ തന്നെ ഇന്ന് കാലത്തെ വന്നവരുണ്ട്. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ പോലും പലരും ഈ റെയിൽവേ സ്റ്റേഷൻ അകത്തു നിന്നും ബസ് സ്റ്റേഷൻ അകത്തു നിന്നും ഒക്കെ വരുന്നവരുണ്ട്. അതായത് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. പൊങ്കാല ഭണ്ഡാര അടുപ്പിൽ തീ പകരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുമ്പോഴും പല ദിക്കുകളിൽ നിന്നായിട്ട് സ്ത്രീജനങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി എത്തുകയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം മുടങ്ങാതെ അവർ നടത്തുന്ന അവരുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് തന്നെ മാറുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പൊങ്കാല. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിക്കുന്ന ദിവസം മുടങ്ങാതെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീജനങ്ങൾ. പലരോടും തലസ്ഥാന നഗരിയോട് എന്താണ് ഇത്ര സ്നേഹമെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവർ പറയുന്നത് ആറ്റുകാൽ അമ്മയെ കുടിയിരുത്തിയിരിക്കുന്ന മണ്ണായതുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടിയാണ്. ചേച്ചി തയ്യാറായോ പൊങ്കാലയിൽ? എന്നാ വരുന്നേ? പന്മന. എപ്പോ എത്തി? രാവിലെ 6 മണിക്ക് എത്തി. ചൂട് അധികമാണോ? അല്ല, കുഴപ്പമില്ല. ഇല്ല, തളരില്ല? ഇല്ല. എല്ലാ കൊല്ലം മുടങ്ങാറ് എത്താറുണ്ടോ? ഇല്ല മോളെ, ഇപ്പൊ ഇന്ന് വന്ന് കഴിഞ്ഞ കൊല്ലം വന്നില്ല, അതിന്റെ അങ്ങേപ്പല്ലം വന്ന. ചൂട് അധികമാണോ അമ്മ? വലിയ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. തളരില്ല? ഇല്ല, അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊന്നും വരത്തില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. ഇത് പൊങ്കാല തിളച്ചു കഴിഞ്ഞിട്ട് പൊങ്കാലിട്ട് കഴിഞ്ഞിട്ട് കഴിക്കും. ഇവിടെ നമുക്ക് നല്ല പ്രായമായ അമ്മമാരെയൊക്കെ കാണാൻ സാധിക്കും. അവരുടെ ആ വാർദ്ധക്യം തളർത്തുന്നില്ല എന്നുള്ളതാണ്. അമ്മയ്ക്ക് പൊങ്കാല ഇട്ട് വന്ന് മടങ്ങാനുള്ള എല്ലാ ആവേശവും ആരോഗ്യം അവർക്ക് നൽകുന്നു.